അപകടങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ഏതൊക്കെ തരത്തിൽ മാറ്റിമറിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമായിരിക്കും. ബാലതാരമായി സിനിമയിലും സീരിയലുകളിലുമൊക്കെ നിറഞ്ഞു നിന്ന കോഴിക്കോടുകാരനായ വിഘ്നേഷിൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തവും അത്തരത്തിലൊന്നായിരുന്നു. 2016 ഡിസംബർ 31 കാരപ്പറമ്പിൽ വെച്ചുണ്ടായ വാഹനാപകടം എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഈ യുവാവിൻ്റെ ജീവിതം ഏതാണ്ട് പൂർണ്ണമായും കീഴ്മേൽ മാറ്റിമറിച്ചു. മരണം മുന്നിൽ കണ്ടിടത്തു നിന്നും ഓർമ്മകളെ വീണ്ടെടുക്കാനും സ്വപ്നങ്ങളെ തിരിച്ചുപിടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിഘ്നേഷ്. അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് പോലും ഇച്ഛാശക്തി കൊണ്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന വിഘ്നേഷിന് പൂർണ്ണ പിന്തുണയുമായി അച്ഛനും അമ്മയും സഹോദരിയുമൊക്കെ കൂടെ തന്നെയുണ്ട്. പേരയ്ക്കാവും ഇനി നീ വരികയെന്ന് എനിക്കറിയാം. അമ്മാളോ, വലിയൊരു കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്ന് വിചാരിച്ച് ഞാൻ കാവലിരുന്നു. നോക്കുമ്പോ ഈ ചക്കന കണ്ണിമാങ്ങ എറിഞ്ഞു വീഴ്ത്തിയതും കക്കരി പൊട്ടിച്ചു ഇവൻ തന്നെ. മലയാളത്തിന്റെ സുഹൃതമെന്ന് വിശേഷിപ്പിക്കുന്ന MD വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരിയിലെ കുസൃതിപ്പയ്യനായ കണ്ണൻ ഒരു കാലത്ത് സിനിമാ പ്രേക്ഷകരുടെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഹരികുമാർ സംവിധാനം ചെയ്ത പുലർവെട്ടം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബാലു എന്ന കുട്ടിയായും കുബേരനിൽ ദിലീപിന്റെ കൂടെയും അഭിനയിച്ചു. മുൻ നേവി ഉദ്യോഗസ്ഥനായ ബിലാത്തിക്കുളം സ്വദേശി രാജീവിന്റെയും ജയതിലകത്തിന്റെയും മകനായ വിഘ്നേഷായിരുന്നു ഈ കുഞ്ഞു താരം. ഞാനും എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സും കൂടി ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ജനറേറ്റർ റോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിത് എന്താ സംഭവം എന്നറിയില്ല, രാത്രി ഒന്നും കാണുന്നില്ല. നോക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പുഴയുടെ വക്കത്ത് അവിടെ മധുമോഹൻ്റെ സീരിയൽ ഷൂട്ടിങ് നടക്കായിരുന്നു. മാമുകോയ, തെസ്നി ഖാൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഷൂട്ടിങ്ങൊക്കെ കണ്ടു. അപ്പം ഞാൻ ഗൾഫിൽ നിന്ന് അവധിക്കോ എന്നുള്ള സമയമായിരുന്നു. ഞാൻ മധുമോഹനെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാർ എനിക്കിങ്ങനെ 5 വയസ്സൊരു മകനുണ്ട്, സാറിൻ്റെ സീരിയൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനൊരു തമാശ രൂപേണ പറഞ്ഞെങ്കിലും പുള്ളിയുടെ പ്രൊഡക്ഷൻ കൺട്രോളോടെ എൻ്റെ നമ്പറും കാര്യങ്ങളും വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ എഴുതിയെടുക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക്, അതായത് നവംബർ 14 ആയിരുന്നു, ചിൽഡ്രൻസ് ഡേ. രാവിലെ വീട്ടിലേക്ക് ഫോൺ വന്നു, വിഘ്നേഷിനെയും കൊണ്ട് മഹാറാണി ഹോട്ടലിലെത്തണം എന്ന് പറഞ്ഞിട്ട്. കുബേരനിൽ കൂടെ അഭിനയിച്ച കീർത്തി സുരേഷ് ഇന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ നായികയാണ്. മധുര നമ്പരക്കാറ്റ്, നമ്മൾ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചു. പിന്നീട് 12ാം വയസ്സിൽ സിനിമാ അഭിനയത്തിന് ഇടവേള കൊടുത്ത് പഠനത്തിരക്കിലേക്ക് തിരിഞ്ഞു. ഇതന്നെ അവിടുത്തെ പ്രശ്നം. സെക്കൻഡ് ഹാൻഡ് വഴിക്ക് എന്തിട്ടാലും വാങ്ങിച്ചു കൂട്ടിക്കോളും. ഒക്കെ ഹാൻഡിക്യാപ്ഡ്. വൃത്തിയോട് പറയുന്നോടാ, വൃത്തിയേട്ടവനെ. നിന്നെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന ഇതുപോലത്തെ വായിക്കൊള്ളാത്ത വർത്താനം പറയാനാണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം. ഓ അങ്ങനെ. SSLCക്കും +2വിനും 90% മാർക്ക് നേടിയ വിഘ്നേഷ് അങ്കമാലി ഫിസാറ്റിൽ നിന്ന് BTech പൂർത്തിയാക്കി. തുടർന്ന് കോഴിക്കോട് തന്നെ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലിയും നേടി. 2016 ഡിസംബർ 31 കാരപ്പറമ്പിൽ വെച്ചുണ്ടായ വാഹനാപകടം വിഘ്നേഷിന്റെ സ്വപ്നങ്ങളെ മായ്ച്ചു കളയുന്നതായിരുന്നു. മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന മകന്റെ അവസ്ഥ മാതാപിതാക്കളെ പൂർണ്ണമായും തളർത്തിയപ്പോൾ ധൈര്യമായി കൂടെ നിന്നത് സഹോദരി വിസ്മയാണ്. അച്ഛൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും സൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റ് ഒന്നെങ്കിൽ അച്ഛൻ, അമ്മ, ഇല്ലെങ്കിൽ സിസ്റ്ററൊക്കെ അതിന് പറ്റുള്ളൂ. അപ്പം അച്ഛനും വയ്യാതെയായി, അമ്മ ഭയങ്കര കരച്ചിലൊക്കെ ആയപ്പോൾ പിന്നെ ഒരാൾ ഞാൻ മാത്രമേ ബാക്കിയുണ്ടായുള്ളൂ. അപ്പം ഞാനാണ് കൂടെ നിന്നിട്ട് എല്ലാം ചെയ്തത്. ഡോക്ടേഴ്സ് എന്നോടാണ് ചോദിച്ചത്, ഞാനാണ് സൈൻ ചെയ്ത് കൊടുത്തത്, ഞാനാണ് കൂടെ പോയത്. കൂടെ വേറെ ആൾക്കാർ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അച്ഛൻ്റെ അമ്മേൻ്റെ ആബ്സെൻസിൽ എല്ലാത്തിനും ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചിട്ടാണ് അവരോരോന്ന് ചെയ്യുക. ഓപ്പറേഷന് പോകുമ്പോഴും എല്ലാ കാര്യത്തിനും അങ്ങനെയായിരുന്നു. ഞാൻ കാണുമ്പോൾ വളരെ മോശമായിരുന്നു. ഫുള്ള് തലയൊക്കെ കവർ ചെയ്ത്, കാലൊക്കെ കവർ ചെയ്ത് ആദ്യം CT ഒക്കെ എടുത്തപ്പോൾ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ക്രിട്ടിക്കലാണ്. പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് നമ്മളെല്ലാം ചെയ്ത്. തലയ്ക്കും ഇടത് കണ്ണിനും സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് അബോധാവസ്ഥയിൽ 2 മാസത്തോളം സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ വിഘ്നേഷ് മാതാപിതാക്കളെ പോലും ഓർത്തെടുക്കാൻ പ്രയാസപ്പെട്ടു. സുഹൃത്തുക്കളും ഡോക്ടർമാരും നൽകിയ ഊർജമാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഡാൻസിനെയും സിനിമയെയും സ്വപ്നം കണ്ട് ഒട്ടേറെ മലയാള സിനിമകളിൽ ബാലതാരമായി തിളങ്ങിയ വിഘ്നേഷ് പുതുജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ്. മരണം മുന്നിൽ കണ്ടിടത്തു നിന്നും ഓർമ്മകളെ വീണ്ടെടുക്കാനും
സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കാനുമുള്ള ശ്രമത്തിലാണ് വിഘ്നേഷ്. വാഹനാപകടം സംഭവിച്ച് ജീവിതം നഷ്ടമാകുമെന്ന് കരുതിയിടത്ത് നിന്ന് തിരിച്ചു വരാനായത് ആത്മധൈര്യം കൊണ്ടാണ്. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞും സ്നേഹിച്ചുമൊക്കെ അമ്മയാണ് ധൈര്യം പകരുന്നത്. നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മളെ മോൻ തന്നെ ഒരു അനുഭവം വന്നപ്പോൾ ആണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ഒരിക്കലും തിരിച്ച് കിട്ടൂല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് ധൈര്യം കൊണ്ട്, അതായത് മോള് ചെയ്യുന്നത് കണ്ടിട്ടും അപ്പോഴേക്ക് രാജേട്ടൻ ഇങ്ങനെ കിടന്നപ്പോൾ തന്നെ നമുക്കൊരു ധൈര്യം സ്വന്തം നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ തന്നെ നമ്മളെ മോനെ നോക്കണം, രക്ഷിക്കണം, തിരിച്ച് കൊണ്ടുവരണം. 24 മണിക്കൂറും നമ്മൾ അവനെ നിരീക്ഷിച്ചിട്ട് അവൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി ചെയ്തുകൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവന്നതാണ്. സംസാരിക്കൂല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും എല്ലാവരുടെ പ്രാർത്ഥനയും. ജയസൂര്യയും അല്ലു അർജുനും ടൈഗർ ഷെറോഫുമൊക്കെയാണ് പ്രിയ സിനിമാ താരങ്ങൾ. ജയസൂര്യയുടെ എല്ലാ സിനിമകളും ആദ്യ ഷോ തന്നെ കാണുന്ന വിഘ്നേഷിന്റെ വലിയ ആഗ്രഹം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നതാണ്. കോഴിക്കോട്ടെത്തിയ ജയസൂര്യ ഇക്കാര്യം അറിഞ്ഞ് വിഘ്നേഷിന്റെ വീട്ടിലേക്കെത്തി. അപ്രതീക്ഷിതമായി എത്തിയ താരത്തെ കണ്ട് വിഘ്നേഷ് മാത്രമല്ല കുടുംബം ഒന്നാകെ ഞെട്ടി. അപകടത്തെക്കുറിച്ചും ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ജയസൂര്യ ചോദിച്ചറിഞ്ഞു. വലിയ സന്തോഷം. കാരണം വിഘ്നേഷ് ഒരു കലാകാരനാണ്. നമ്മളെന്ന് പറയുന്ന മൂവിയിൽ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ വിഘ്നേഷ് അഭിനയിച്ചിട്ടുണ്ട്. അത് പക്ഷേ സത്യം പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയണത്. കാരണം അന്ന് പുള്ളി വളരെ ചെറിയൊരാളായിരുന്നു. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇനി നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവും എന്നാണ് വിഘ്നേഷിന് പറയാനുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ അപ്പം എൻ്റെ അടുത്ത് മാധുരി ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ ജയസൂര്യനാണ് പറഞ്ഞത്. കാരണം ജയസൂര്യൻ്റെ മൂവി എനിക്ക് ക്യാപ്റ്റൻ കണ്ടപ്പോഴാണ് ഞാൻ ഒരു തിയേറ്ററിൽ നിന്ന് കുഞ്ഞു പിള്ളേരെ പോലെ കരുതി കുറേ കരുതി. ഞാൻ ഒരു ഇറ്റ് വാസ് ലൈക്ക് എ മോട്ടിവേഷൻ ടു മീ. അപ്പം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു എനിക്ക് ജയസൂര്യൻ ഒന്ന് കാണും. ജയസൂര്യൻ എൻ്റെ ഫേവറേറ്റ് ആക്ടർ മലയാളത്തിൽ. സിനിമാ മോഹത്തോടൊപ്പം ബോക്സിങ്ങിനെയും ഡാൻസിനെയും പ്രണയിച്ച ചെറുപ്പക്കാരനെ അപകടം ഏതാണ്ട് പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഓർക്കാപ്പുറത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ ബാക്കി പത്രം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. തലയ്ക്കുണ്ടായ ക്ഷതം പഴയതുപോലെ വേഗത്തിൽ നടക്കുന്നതിനും മറ്റും പ്രയാസമുണ്ടാക്കുന്നുവെങ്കിലും സ്വന്തമായി കാർ ഓടിച്ചു പുറത്തുപോകാനും സുഹൃത്തുക്കൾക്കൊപ്പം ജീവിതം ആസ്വദിക്കാനും ശ്രമിക്കുകയാണ്. ഒരു ടൈമിൽ ഞാൻ ബോക്സിംഗ് വാച്ച് ചെയ്ത് തുടങ്ങി. മാനി പാക്കിയോ പുള്ളിക്കാരൻ്റെ ഫാനാണ്. എനിക്കതുപോലെ ഞാൻ സൗത്ത് പോയിട്ടാണ് ലെഫ്റ്റനന്റ് ബോക്സറാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഡെയിലി കാണും. പിന്നെ അതേ ടൈപ്പ് ഞാൻ സ്റ്റഡി ചെയ്ത് തുടങ്ങി. പിന്നെ ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഐ ബിക്കം വെരി ഗുഡ് ബോക്സർ. ബെസ്റ്റ് എന്നല്ല, ആവറേജ്. കാരണം ഗോൾഡില്ല, സിൽവർ അടിച്ച് ഫൈനൽ തോറ്റുപോയി. ഒട്ടേറെ സീരിയലുകളിലും സിനിമകളിലും ബാലതാരമായി തിളങ്ങിയ വിഘ്നേഷ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ നടക്കുകയാണ്. അല്ലു അർജുന്റെ നൃത്തം പരിശീലിക്കാറുണ്ടായിരുന്നുവെങ്കിലും അപകടത്തിന് ശേഷം നടക്കാൻ പോലും ബുദ്ധിമുട്ടായതിനാൽ നിർത്തിവെച്ചു. എന്നാൽ പാതിയിൽ ഉപേക്ഷിച്ച നൃത്ത ബോക്സിംഗ് പരിശീലനങ്ങളും ജിംനാസ്റ്റിക്സുമൊക്കെ വീണ്ടും പരിശീലിക്കണമെന്ന് വിഘ്നേഷ് ആഗ്രഹിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് ഡാൻസർ അല്ലു അർജുനാണ്. ടൈഗർ ഷെറോഫിനെ ഇഷ്ടം. ഇവർ രണ്ടും ജിംനാസ്റ്റുകളാണ്. ജിംനാസ്റ്റിക് എനിക്ക് അറിയില്ല. ഞാൻ പഠിച്ച ജിംനാസ്റ്റിക് അല്ല, എൻ്റെ ബേസിക്സ് പഠിച്ചത് പുല്ല് വീണിട്ടാണ്. നമ്മളെ ലോണുണ്ട് കോളേജിൽ, വീണ് പഠിച്ചതാണ്. ഇനി ജിംനാസ്റ്റിക്സിന് എനിക്ക് ഇറങ്ങണം. ഇവരെപ്പോൾ ഡാൻസ് എനിക്ക് മറയണം, തലത്ത് മറയണം ചെയ്യണം ഇവരെ പോലെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ജിംനാസ്റ്റിക്സ്, എന്നിട്ട് ഇവരെ എക്സ്പെർട്ടായിട്ട് പിന്നെ ഡാൻസ് ചെയ്യണം എന്ന് താല്പര്യം. സിനിമ എന്നത് ഒരു ഭാഗ്യമാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയാൽ വീണ്ടും അവസരം ലഭിക്കുമെന്നും വിഘ്നേഷ് ഉറച്ചു വിശ്വസിക്കുന്നു. MD വാസുദേവൻ നായരുടെ അടക്കം നിരവധി സിനിമകളിൽ ബാലതാരമായി തിളങ്ങിയ വിഘ്നേഷിന് നിശ്ചയദാർഢ്യം കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനാകുമെന്നാണ് അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ പ്രതീക്ഷ. എല്ലാ സപ്പോർട്ടും ഞങ്ങളതുണ്ടാവും. കാരണം എക്സസൈസ് ചെയ്യാനും അവന് ഡാൻസ് ചെയ്യാനും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവന് ഡാൻസ് ചെയ്യാൻ, ബോക്സിങ്ങിലേക്ക് തിരിച്ചു വരിക, അഭിനയിക്കാൻ, പിന്നെ അവൻ്റെ ജോലിയിലേക്ക്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. നമ്മൾ പഴയ ചേട്ടനിൽ നിന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആൾക്ക് വന്നു. അപ്പം നമ്മൾ ആളെ സപ്പോർട്ട് ചെയ്ത് പഴയ ഇതിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പഴയതുപോലെ ആളെ ഡാൻസ് ചെയ്യണം, നല്ലോണം നടക്കണം, ഓടണം, ബോക്സിങ്, പിന്നെ ഇനി അവസരം കിട്ടിയ സിനിമയിലേക്കും. ഇപ്പോഴത്തെ പരിമിതികളെ മറികടക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് വിഘ്നേഷ് നടക്കുകയും കാർ ഓടിക്കുകയും നൃത്തം ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് മൂവീസിൽ തിരിച്ചു വരാൻ താല്പര്യമുണ്ട്. അല്ല, എനിക്ക് മെയിൻ റീസൺ എനിക്ക് പ്രൂവ് ചെയ്യണം. ഒരു ആക്സിഡൻറ്റ് പറ്റി, ഞാൻ തോറ്റിട്ടില്ല.
എനിക്ക് ഈ വേൾഡിനെ കാണിച്ചു കൊടുക്കണം, എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കെന്നുള്ളതല്ല, ആക്സിഡന്റ് പറ്റിയ എല്ലാവർക്കും ഒരു ലെസൺ അയക്കുന്നത് നമ്മൾ തോറ്റിട്ടില്ല, നമുക്കിനി വി ക്യാൻ കം ബാക്ക്. എല്ലാ പ്രതിസന്ധികളെയും പരിമിതികളെയും അതിജീവിച്ച് അപകടത്തിൽപ്പെട്ട് നിരാശരായി തീർന്നവർക്ക് വലിയൊരു മാതൃകയാകാൻ തന്നെയാണ് ഈ യുവാവിൻ്റെ പരിശ്രമം. ഈ ആത്മവിശ്വാസം വിഘ്നേഷിൻ്റെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.